2018 ശേഷം വീണ്ടും പമ്പാ സംഗമം നടത്താൻ ദേവസ്വം ബോർഡിന്റെ നീക്കം. ജനുവരി 12-ന് ഉച്ചയ്ക്ക് 2 മണി മുതലായിരിക്കും സംഗമം. വൈകിട്ട് 4 മണിക്ക് VN വാസവൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നടൻ ജയറാം മുഖ്യ അതിഥിയാകും. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കനത്ത പ്രളയവും സാഹചര്യങ്ങളുമാണ് പമ്പയിൽ അത്തരമൊരു ആഘോഷ ചടങ്ങ് ഒഴിവാക്കാൻ നേരത്തെ തീരുമാനമുണ്ടായത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തായാലും അതിന് പൂർണ്ണ സജ്ജീകരണങ്ങൾ ഒരുങ്ങിയോ? സജിത്ത്, പഴയ പോലെ 3 ദിവസത്തെ പമ്പാ സംഗമം നടത്തുന്നില്ല. ഇത്തവണ തുടങ്ങി വെക്കുന്നു എന്ന് മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കിയത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പമ്പാ സംഗമമായിരുന്നു മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രളയത്തിന് ശേഷം പിന്നീട് കോവിഡ് വരികയും അങ്ങനെ സാഹചര്യങ്ങൾ കൂടുതൽ മോശമാകുന്നു. പമ്പയിലടക്കം പ്രളയത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കടുത്ത വെല്ലുവിളി ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇത്തവണയാണ് കൂടുതൽ സൗകര്യങ്ങൾ തുടങ്ങി വെച്ചത് തന്നെ. പ്രത്യേകിച്ച് പമ്പയിലെ പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളും ഇത്തവണയാണ് കാര്യമായി തുടങ്ങി വെക്കുന്നത്. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഈ പമ്പാ സംഗമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പമ്പാ സംഗമം തുടങ്ങുന്നു എന്നുള്ളത് തീർച്ചയായും ഭക്തരെ സംബന്ധിച്ച് അതിൽ 3 ദിവസത്തെ പരിപാടി ഇല്ലെങ്കിൽ പോലും ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരിപാടി എന്ന നിലയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ദേവസ്വം മന്ത്രി ഉണ്ടാകും, VN വാസവൻ ഉണ്ടാകും, ഒപ്പം തന്നെ ഈ ജയറാം മുഖ്യ അതിഥിയാകുന്നു. അങ്ങനെയൊക്കെയുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം വരുന്നത്. തമിഴ്നാട് ദേവസ്വം മന്ത്രിയും ഈ തവണ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാ മാസവും ഇവിടെ ദർശനത്തിന് എത്തുന്ന ആളുകൂടിയാണ്. എന്തായാലും വിവിധ വരും വർഷങ്ങളിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് സാംസ്കാരിക നേതാക്കളെ, ഗായകരെ, അങ്ങനെയൊക്കെയുള്ള ശബരിമലയോ ബന്ധപ്പെട്ടവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലപ്പെടുത്താനാണ് ആലോചന. എന്തായാലും ഇത് തുടങ്ങി വെക്കുകയാണ് സജിത്ത്. എന്തായാലും പമ്പാ സംഗമം വീണ്ടും നടത്താനുള്ള പ്രധാനപ്പെട്ട തീരുമാനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം ശ്രീജിത്ത്, ശബരിമലയിലെ തിരക്ക്, വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നു. എന്താണ് ഇന്നത്തെ ഒരു അവസ്ഥ? വരും ദിവസങ്ങളിലും സാഹചര്യങ്ങൾ മാറുമോ? സജിത്ത്, തീർച്ചയായും. അതായത് ഇന്ന് 10 മണി വരെ നോക്കൂ, 40,000 കടന്നിരിക്കുന്നു. അതൊരു വലിയ തിരക്കിന്റെ സൂചന തന്നെയാണ്. സാധാരണ ഉച്ചയോട് അടുപ്പിച്ചാണ്, കുറച്ചുകൂടി ഒരു 11-12 മണിയുടെ ഒരു കണക്കിലൊക്കെയാണ് 40,000 അല്ലെങ്കിൽ 45,000-ലേക്കൊക്കെ എത്തുന്നത്. ഇത് 10 മണിക്ക് തന്നെ അത് കടക്കുന്നു എന്ന് വെച്ചാൽ ഇന്നും തിരക്കാണ് എന്നുള്ളതാണ്. ഭക്തരെ സംബന്ധിച്ച് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ 25, 26 തീയതികളിൽ നിയന്ത്രണം ഉണ്ടാകും. പ്രത്യേകിച്ച് 5000 എന്ന സ്പോട്ട് ബുക്കിംഗ് കണക്കിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എത്തുന്ന ഭക്തരെ ആരെയും തിരിച്ചുവിട്ടൊരു ചരിത്രം ഈ മണ്ഡലകാലത്തുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അത് തുടരും. അതുകൊണ്ട് തന്നെ കോടതിക്കും അക്കാര്യങ്ങൾ ബോധ്യപ്പെടുമെന്നുള്ളതാണ്. അതായത് ഇങ്ങനൊരു നിയന്ത്രണം ഫലത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ എത്തുന്ന ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള തിരക്ക് അതും കടന്ന് അങ്ങനെ പോകും. നേരത്തെ തന്നെ ഈ തീർത്ഥാടന കാലത്തിന്റെ തുടക്കം തന്നെ 70,000 എന്നൊക്കെയുള്ളത് അതിലേക്ക് ചുരുക്കി, വെർച്വൽ ക്യൂ ബുക്കിംഗ് ചുരുക്കിയപ്പോഴും പല വിവാദങ്ങളും ഉണ്ടായതാണ്. സ്പോട്ട് ബുക്കിംഗ് ഇല്ലാതെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോഴും വിവാദങ്ങൾ ഉണ്ടായതാണ്. വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗും ഒക്കെ ഒരു വശത്ത് നിയന്ത്രിക്കാൻ വേണ്ടി നടക്കുമ്പോഴും അതും കടന്നുള്ള തീർത്ഥാടക പ്രവാഹം ഇവിടെയുണ്ട്. അത് ഭംഗിയായി അത് ക്രൗഡ് മാനേജ്മെന്റ് നന്നായി നടത്തുന്നു പോലീസ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായും അങ്ങനെ ഒരു ക്രൗഡ് മാനേജ്മെന്റ് കൃത്യമായി നടക്കുന്നും ഉണ്ട് സന്നിധാനത്ത്. ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് സാഹചര്യം. വലിയ ഭക്തജന തിരക്കാണ്. നാളെയാണ് തങ്കാംഗി ഘോഷയാത്ര എത്തുക. അതോടുകൂടി തിരക്ക് കൂടുതൽ വർദ്ധിക്കുമെന്നാണ് സാഹചര്യം. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി അടുത്ത 30-ന് നട തുറന്ന് വീണ്ടും തിരക്കിന്റെ നാളുകളിലേക്ക് ശബരിമല കടക്കുകയാണ്.